Hi dears, welcome to HandEmbroidery. ഇന്ന് നമ്മൾ ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സ്മോൾ ഷുഗർ ബീഡ്സ് ആണ്. ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ ഇതുപോലെ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റെംസും ലീഫും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു അര നീഡിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെമ്മുള്ള ഭാഗമെല്ലാം ഞാനൊന്ന് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഞാൻ ഓരോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊന്ന് ലോക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കിട്ട് കൊടുത്തതിന് ശേഷം ഓരോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് 2 ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെം ഭാഗം ഫുള്ള് നമ്മൾ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ബീഡ്സ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ 2 ബീഡ്സോ 3 ബീഡ്സോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. 2 ബീഡ് അല്ലെങ്കിൽ 1 ബീഡായിട്ട് ചെയ്യുന്നത് തന്നെ ആയിട്ടോ നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെം ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തൊന്ന് കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ബീഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഷുഗർ ബീഡ്സ് തന്നെ വേണമെന്നില്ല, കട്ട് ബീഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ നീഡിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പാർട്ടി വെയർ സൽവാർ സെറ്റും നെക്ക് ഡിസൈനും അതുപോലെ സ്ലീവ് ഡിസൈനും ഒക്കെ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജൊന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റെംസ് ഭാഗമെല്ലാം ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലവർ ചെയ്യാനായിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് ഒരു 8 സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് അത് നീഡിലിൽ കയറ്റിയിട്ട് 2ആയിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ ലേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 ഭാഗത്തേക്ക് നമുക്ക് ലേസി സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓരോ പെറ്റൽസായിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 4 പെറ്റൽസ് ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് 4 പെറ്റൽസ് നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ ഗ്യാപ്പുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് ലോങ് ഫ്രണ്ടിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല. നമുക്കതിനകത്ത് വേറൊരു കളറ് ത്രെഡ് നമുക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഗ്യാപ്പുള്ള 4 പോർഷനിലേക്ക് നമ്മൾ ഒന്ന് കവർ ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിന് സിൽക്ക് ത്രെഡ് ഫ്ലവർ തന്നെ വേണമെന്നില്ല. നമുക്ക് ബീഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവേഴ്സ് എന്തെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് മുകളിൽ കണ്ടോ കുറച്ച് പെറ്റൽസ് പോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ലേസി സ്റ്റിച്ച് തന്നെയായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ മുകളിലേക്ക് കുറച്ച് സ്റ്റിച്ചസ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു ഡിസൈൻ തന്നെ നെക്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നെക്കിൽ മാർക്ക് ചെയ്തിട്ട് അതേപോലെ ചെയ്തെടുത്താലും മതിയാവേ. ഇനി അത് ബാക്കിയുള്ള ഭാഗത്തൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഉണ്ടല്ലേ, ആ റൗണ്ടുള്ള ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ചുറ്റിനും ഒരു 7 ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മളിങ്ങനെ കൊടുത്ത് ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വലുപ്പത്തിലുള്ള ബീഡ്സ് നമ്മൾ നോർമൽ നീഡിലിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇതുപോലെ ആ ഒരു റൗണ്ടും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്കിട്ട് കൊടുക്കാം. അതിനുശേഷം ഓരോ ലെയറും കൂടെ നമുക്കൊന്ന് ഇതിന് ചുറ്റും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈനാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.